ഹായ് ഗായ്സ്, ഞാനൊരു ഹോസ്പിറ്റൽ കാര്യമായിട്ട് പുറത്ത് പോവുകയാണ്. കുറച്ച് ദിവസം കൊണ്ട് സുഖമില്ല, അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറച്ചായിട്ട് ഇടുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് കാണാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. വരുന്ന വഴിയിൽ കുറച്ച് പാത്രങ്ങൾ അത് വാങ്ങാനായി കുറച്ച് പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പോയപ്പോൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അതുവഴി ഒരു പാത്രക്കട കയറി പഴയതൊക്കെ കൊടുത്തു. പിന്നെ എന്നിട്ട് ഗ്ലാസ് 4 കുപ്പി ഗ്ലാസ് വാങ്ങി. ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, വളരെ ചെറിയ അളവിൽ ചായയൊക്കെ കുടിക്കാനൊക്കെ പറ്റി. പിന്നെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു അരിപ്പ്, ചായ അരിപ്പ്, അത് തേയിലക്കൊത്തൊക്കെ നല്ല ക്ലീനായിട്ട് അരിച്ച് ചായ എടുക്കും. പിന്നെ പാത്രം കഴുകാനുള്ള ഒരു സ്ക്രബ്ബർ, 2 സ്ക്രബ്ബർ വാങ്ങിച്ചു. ഒരു ഗ്രീൻ കളറും ഒരു സ്റ്റീൽ മെറ്റീരിയൽസ് പോലത്തെ ഉള്ള ഇത് മിക്സ്ഡ് ആയതാണ് മറ്റേ സ്ക്രബ്ബർ. പിന്നെ ബാറ്ററി, ക്ലോക്കിലിടാൻ ബാറ്ററി ഇല്ലായിരുന്നു, അത് വാങ്ങി. പിന്നെ ഇതിപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാനോ പാല് കാച്ചാനോ ഒക്കെ എടുക്കാം. ചെറുതായിട്ട് ഉള്ള 2 ചായപാത്രം പോലത്തെ 2 പാത്രം വാങ്ങിയായിരുന്നു. പിന്നെ വേറെ കുറച്ച് പാത്രങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ വില കൊടുക്കുന്നതിനൊന്നും അത്ര വില കിട്ടാറില്ല കേട്ടോ, വളരെ തുച്ഛമായ പൈസയാണ് കിട്ടുന്നത്. ഇത് വന്നിട്ടൊരു ദോശക്കല്ലാണ്, ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ല്. അതായത് നമ്മൾ ഈ തട്ടുകടയിലൊക്കെ ഇതിൻ്റെ വലുത് യൂസ് ചെയ്യും. ഇത് വളരെ ചെറുതാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ മസാല ദോശ ഉണ്ടാക്കാൻ നല്ല രീതിയിലൊക്കെ ദോശ ചുട്ടെടുക്കാം. പിന്നെ തട്ട് ദോശ പോലെ ചെറിയ ദോശയൊക്കെ ചുട്ടെടുക്കാം. 3 എണ്ണമൊക്കെ വെച്ച് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് കൂട്ടുകാരെ, ഇതൊരു സേവനാഴിയാണ്. അതായത് എനിക്ക് സേവനാഴി ഉണ്ട്. ഇത് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ഒരാളിന് കൊടുക്കാനാണ്. അവർക്ക് സേവനാഴി ഇതുപോലെ എൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ ആഗ്രഹമുണ്ട്, വേണമെന്ന് പറഞ്ഞിരുന്നു. വാങ്ങണം അതുപോലത്തേന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സേവനാഴി അത് കണ്ടപ്പോൾ വാങ്ങി. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അതിൽ ചില്ലുകൾ ഒരുപാടുണ്ട് കേട്ടോ. അതായത് നമുക്ക് കാരച്ചാവ്, പിന്നെ സ്റ്റാർ മുറുക്ക്, അച്ചുമുറുക്ക്, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതെല്ലാം ഇടിയപ്പത്തിന് കൂടാത്തുള്ള ചില്ല് അതിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് കരുതി, ഉണ്ണിയപ്പം അറിയാമല്ലോ. അപ്പോൾ കുറച്ച് നാൾ കൊണ്ട് കരുതുന്നു. അതിലേക്ക് ഇടാനായി ഞാൻ കുറച്ച് തേങ്ങ കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നെയ്യിൽ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് ഉണ്ണിയപ്പത്തിന് ഞാൻ അരച്ച് കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചരി കുതിർത്തത് ഒരു 3-4 മണിക്കൂർ നമ്മൾ പച്ചരി ഇട്ട് കുതിർക്കണം. അതിലോട്ട് പിന്നെ പഴം, ശർക്കര, പാളയംകുടം പഴം, ശർക്കര, ഏലക്ക ഇട്ട് അരച്ച് എടുത്തതാണ്. അതിലോട്ട് ഈ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും അതിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ ചേർക്കേണ്ടത് കുറച്ച് കരിഞ്ജീരകം, കുറച്ച് എള്ളാണ്. ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട്, ഞാനിത് വാങ്ങി വെച്ചിട്ട് കുറേ നാളായി കേട്ടോ ഈ ഉണ്ണിയപ്പം ചട്ടി. ഇതുവരെ ഞാൻ ഉണ്ണിയപ്പം ചുട്ടിട്ടില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഒരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ട്, എടുത്തിട്ടില്ല. അതെടുത്താണ് ഞാൻ ഇപ്പോൾ ചുടുന്നത്, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ മാവ് ഒഴിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ ഉണ്ണിയപ്പമൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായയോടുകൂടി കഴിക്കാൻ അത് നമ്മളെടുത്തു. നല്ല സ്വാദും ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉണ്ണിയപ്പമെല്ലാം നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. അത് എല്ലാം ഞാൻ അടിയിൽ ഒരു തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടുന്ന പാത്രത്തിൻ്റെ അടിയിൽ എണ്ണ അതിൽ നിന്ന് ഊറി വീഴാനായിട്ടുള്ള ഒരു തട്ടടിയിലോട്ട് വെച്ചിട്ടാണ്. നല്ല സ്മൂത്തായിട്ട് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഉണ്ണിയപ്പമെല്ലാം
ഒരുപാടൊന്നുമില്ല, ഞാൻ ഏകദേശം ഒരു കുറച്ചരി, ഒരു 3/4 നാഴി അരിയായി ഇട്ടിട്ടുള്ളൂ പച്ചരി. ഒരു 10-25 ഉണ്ണിയപ്പം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് മതിയാകും. നല്ല സ്വാദോടു കൂടി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ബൈ, പിന്നെ കാണാം.